എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 72-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ഓം മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 72. സമം ദേവി സ്കന്ദദിവവദനപീതം സ്തനയുഗം തവേദം ന ഖേദം ഹരതു സതതം പ്രസ്നുതമുഖം യദാലോക്യ ആശങ്കാകുലിത ഹൃദയോ ഹാസജനക സ്വകുംഭൗ ഹേരംബ പരിമൃശതി ഹസ്തേന ഝടിതി. എന്നൂടെ പറയാം. സമം ദേവി സ്കന്ദദിവവദനപീതം സ്തനയുഗം തവേദം ന ഖേദം ഹരതു സതതം പ്രസ്നുതമുഖം യദ ആലോക്യ ആശങ്ക ആകുലിത ഹൃദയോ ഹാസജനക സ്വകുംഭൗ ഹേരംബ പരിമൃശതി ഹസ്തേന ഝടിതി. അല്ലയോ മഹാദേവി. ഇവിടെ ദേവിയുടെ സ്തനങ്ങളെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഇനിയുള്ള ശ്ലോകങ്ങൾ, തുടർന്നുള്ള 1, 2, 3, 4 ശ്ലോകങ്ങൾ ദേവിയുടെ സ്തനത്തെയാണ് വർണ്ണിക്കുന്നത്. ഇവിടെ പറയുകയാണ്, അല്ലയോ മഹാദേവി, സുബ്രഹ്മണ്യനാലും ഗണപതിയാലും ഒരേ കാലത്ത് പാനം ചെയ്യപ്പെട്ടതും എല്ലായ്പ്പോഴും സ്തന്യമായി സ്രവിക്കുന്ന മുഖത്തോടു കൂടിയതുമായ നിൻ തിരുവടിയുടെ ഈ സ്തനദ്വയം ഞങ്ങളുടെ ദുഃഖത്തെ ഹരിക്കട്ടെ. അപ്പം ദേവിയുടെ മക്കളായ സുബ്രഹ്മണ്യനാലും ഗണപതിയാലും ഏകകാലത്തിൽ പാനം ചെയ്യപ്പെട്ടതും എല്ലായ്പ്പോഴും സ്തന്യം സ്രവിക്കുന്ന മുഖത്തോടു കൂടിയതുമായ നിൻ തിരുവഴിയുടെ ഈ സ്തനദ്വയം ഞങ്ങളുടെ ദുഃഖത്തെ ഹരിക്കട്ടെ. ഞങ്ങളുടെ എന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെ. അപ്പോൾ അമ്മ ഈ ലോകത്തിൻ്റെ മാതാവാണ്, പ്രപഞ്ച മാതാവാണ്. അപ്പം ഇവിടെ എപ്പോഴും സുബ്രഹ്മണ്യനും ഗണപതിയും എപ്പോഴും ദേവി പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ സ്തന്യം എപ്പോഴും സ്രവിക്കുന്നു. അങ്ങനെ ആ എപ്പോഴും സ്രവിക്കുന്ന മുഖത്തോടു കൂടിയതുമായ നിൻ തിരുവടിയുടെ സ്തനദ്വയം ഞങ്ങളുടെ ദുഃഖത്തെ ഹരിക്കട്ടെ. അപ്പോൾ ഈ ലോകമാതാവ് എല്ലാവർക്കും എന്താണ് പാല് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഗണപതിക്കും സുബ്രഹ്മണ്യനും മാത്രമല്ല, ഈ ലോകത്തിലുള്ള മൊത്തം ആളുകളുടെയും ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളുടെയും ദുഃഖത്തെ ഹരിക്കുന്ന ദേവിയാണ്. അപ്പം ഗണപതി ഈ സ്തനദ്വയത്തെ കണ്ടിട്ട് എൻ്റെ മസ്തകങ്ങളെ എടുത്തു കളഞ്ഞുവോ എന്നുള്ള ഭയം കൊണ്ട് വ്യാകുല ഹൃദയനായി മാതാപിതാക്കൾക്ക് ഹാസത്തെ ഉണ്ടാക്കുന്നവനായിട്ട് വേഗത്തിൽ കൈകൊണ്ട് തൻ്റെ മസ്തകങ്ങളെ തപ്പി നോക്കി. അപ്പം ഭഗവതിയുടെ കുജദ്വയം, ദേവിയുടെ എന്താണ്, തൻ്റെ മസ്തകത്തെ, ഇപ്പം കുംഭീന്ദ്ര കുംഭനികുംഭം ഭഗവതിയുടെ കുജദ്വയം എന്ന് സാരം. എന്നുവെച്ചാൽ ഗണപതി തൊട്ട് നോക്കിയ എൻ്റെ മസ്തകങ്ങൾ അവിടെ ഉണ്ടോ, അതാണോ അമ്മയുടെ സ്തനങ്ങളായിട്ട് തീർന്നത് എന്നാണ് ഗണപതിക്ക് സംശയം. ഇപ്പോൾ ഗണപതി പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഗണപതിക്ക് ഒരു സംശയം വന്നത്, എൻ്റെ മസ്തകങ്ങൾ അവിടെ തന്നെ ഉണ്ടോ, അതോ അതാണോ ഇവിടെ അമ്മയുടെ സ്തനങ്ങളായിട്ട് വന്നത് എന്ന് പറഞ്ഞാൽ എന്താ, പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ തലയെ തപ്പി നോക്കുക, അതുണ്ടോ, അത് എൻ്റെ അവിടെ കാണാൻ ഇരിപ്പുണ്ടോ, അതോ പോയോ സ്തനങ്ങളെ ഇത് പിന്നെന്താ അവിടെ നിന്ന് എല്ലാവർക്കും ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് തൻ്റെ മസ്തകത്തിൽ തൊട്ട് നോക്കുക, എന്താ അത് അവിടെ തന്നെ ഉണ്ടോ, അതോ അവിടുന്ന് എടുത്തുകൊണ്ട് പോയോ, അതാണോ അമ്മയുടെ സ്ഥാനങ്ങളായിട്ടിരിക്കുന്നത് എന്ന് തൊട്ട് നോക്കിയാണ്. ആ ഒരു പ്രവൃത്തി കണ്ട് മാതാപിതാക്കൾക്ക് മാത്രമല്ല അവിടെയുള്ള എല്ലാവർക്കും ചിരി വന്നു. കാരണം അത്രയ്ക്കും എന്താ പറയുന്നത്, ഗണപതിയുടെ ഒരു വ്യാകുലത. അപ്പോൾ എന്താണ്, അല്ലയോ മഹാദേവി, സുബ്രഹ്മണ്യനാലും ഗണപതിയാലും ഏകകാലത്തിൽ വെച്ചാൽ ഒരുപോലെ. അപ്പോൾ സുബ്രഹ്മണ്യനും ഗണപതിയും ഒരുപോലെ അമ്മയുടെ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും സ്തന്യം ഒഴുകിക്കൊണ്ടിരിക്കും, മുലപ്പാൽ ഒഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ മുഖത്തോടു കൂടിയതുമായ സ്തന്യം സ്രവിക്കുന്ന മുഖത്തോടു കൂടിയതുമായ ആ സ്തനദ്വയം നിൻ തിരുവടിയുടെ ആ ദേവിയുടെ ആ സ്തനദ്വയം ഞങ്ങളുടെ ദുഃഖത്തെ ഹരിക്കട്ടെ എന്ന്, ഞങ്ങളുടെ ദുഃഖത്തെ ഇല്ലാതാക്കട്ടെ. അപ്പോൾ ദേവി എന്താണ് തരുന്നത്, ദേവിയുടെ സ്തന്യം കൊടുത്ത് ഈ ലോകത്തുള്ള എല്ലാവരുടെയും ദുഃഖം മാറ്റുകയാണ്, ഇല്ലാതാക്കുകയാണ്. ഇവിടെ പറയുകയാണ്, ദേവി എപ്പോഴും സ്തന്യം സ്രവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഈ സ്തനദ്വയം ഞങ്ങളുടെ എല്ലാം ഈ ലോകത്തിൻ്റെ എല്ലാം ദുഃഖത്തെ ഇല്ലാതാക്കട്ടെ. അപ്പം ഗണപതി ഈ സ്തനദ്വയത്തെ കണ്ടിട്ട് എൻ്റെ മസ്തകങ്ങളെ എടുത്തു കളഞ്ഞുവോ എന്നുള്ള ഭയം കൊണ്ട്
വ്യാകുല ഹൃദയനായി മാതാപിതാക്കൾക്ക് ഹാസത്തെ ഉണ്ടാക്കുന്നവനായിട്ട് വേഗത്തിൽ കൈകൊണ്ട് തൻ്റെ മസ്തകങ്ങളെ തപ്പി നോക്കുന്നു. ഇപ്പോൾ എന്താണ് ഗണപതിയുടെ ഈ പ്രവൃത്തി എല്ലാവർക്കും ചിരി വന്നു. എല്ലാവരെയും ഒരു തമാശ മട്ടിൽ എല്ലാവരും ഇത് നോക്കി ചിരിച്ചു. വിഘ്നരാജൻ ഈ സ്തനദ്വയത്തെ കണ്ട് എൻ്റെ മാതാവ് തന്നെ എൻ്റെ മസ്തകത്തെ അപഹരിച്ച് കളഞ്ഞു എന്ന് ശങ്കിച്ച് ആകുലനായിട്ട് തൻ്റെ മാതാപിതാക്കൾക്കും സുബ്രഹ്മണ്യനും അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും ചിരി വരത്തക്കവണ്ണം കൈകളാൽ വേഗത്തിൽ തൻ്റെ മസ്തകത്തെ തൊട്ടു നോക്കുന്നു. കുംഭീന്ദ്ര കുംഭ നികുംഭം ഭഗവതിയുടെ കുജദ്വയം എന്നാണ് സാരം. എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, ഗണപതി നല്ല ഗണപതിയുടെ മസ്തകം പോലെ അല്ലെങ്കിൽ ഗണപതിയുടെ മസ്തകമാണോ ഇതെന്ന് തോന്നിക്കുമാറ് ഗണപതിക്ക് തന്നെ ദുഃഖമായോ എൻ്റെ എൻ്റെ മസ്തകങ്ങളാണോ ഈ അമ്മയുടെ സ്തനദ്വയങ്ങൾ എന്ന് തോന്നുമാറ്. അപ്പോൾ എല്ലാവർക്കും ചിരി വന്നു. അല്ലെങ്കിൽ തന്നെ ഗണപതി ആനത്തലയനാണല്ലോ, ആ മുഖം കാണുമ്പോഴേ എല്ലാവർക്കും ഒരു ചിരിയാണ് വരുന്നത്. അപ്പം ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ചിരിയായി. ഇപ്പം നമ്മുടെ വിഘ്നരാജൻ, നമ്മുടെ ഗണേശൻ, വിഘ്നേശ്വരൻ എന്താ പറയുന്നത്, പാല് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സംശയിക്കുന്നത്, എൻ്റെ മസ്തകങ്ങളെയാണ് അമ്മ എടുത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള സംശയം ഗണപതിക്ക് തോന്നുകയാണ്. അപ്പോൾ പേടിച്ചു, ശകലം വിഷമമൊക്കെ ഉണ്ട് അതിന്. അപ്പം അപ്പോൾ ഇവിടെ നമ്മുടെ ദേവിയുടെ സ്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. എപ്പോഴും സ്തന്യം സ്രവിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഈ ലോകത്തെ എല്ലാ മക്കളുടെയും ദുഃഖം തീർക്കുന്നതിന് വേണ്ടിയാണ്. ദേവിയുടെ സ്വന്തം മക്കളായ സുബ്രഹ്മണ്യനും ഗണപതിയും ഒരേപോലെ പാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും സ്തന്യം സ്രവിക്കുന്ന മുഖത്തോടു കൂടിയ ദേവിയുടെ ഈ സ്തനത്തെ നമ്മളുടെ ഓരോരുത്തരുടെയും, ഞങ്ങളുടെ ഈ ലോകത്തിലെ എല്ലാ മക്കളുടെയും ദുഃഖത്തെ ഹരിക്കട്ടെ. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സമം ദേവി സ്കന്ദദിവവദന പീതം സ്തനയുഗം തവേദം ന ഖേദം ഹരതു സതതം പ്രശ്നുതമുഖം യദാലോക്യ ആശങ്കാകുലിത ഹൃദയോ ഹാസജനക സ്വകുംഭോ ഹേരംബ പരിമൃശതി ഹസ്തേന തടുതി. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.